കണ്ണൂർ പിലാത്തറയിൽ കാർ ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാറിന്റെ ബോണറ്റും ഡോറുമൊക്കെ തുറന്ന നിലയിലാണ്. കാറിനകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ വ്യാപാരിയുടേതാണ് ഈ കാർ. ഇതര സംസ്ഥാനക്കാരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ കുഴപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഉള്ളത്. അർജുൻ കല്യാട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അടിമുടി ദുരൂഹതയാണ്. ഈ ഒരു കാർ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതോടൊപ്പം ബോണറ്റും ഡോറുമൊക്കെ തുറന്നിട്ടിരിക്കുന്നു. വസ്ത്രങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ രക്തക്കറ കാണുന്നുണ്ട്. ഈ കാർ ഉടമ എന്താണ് പറയുന്നത്? ഇയാൾ ആർക്കാണ് ഈ കാർ കൊടുത്തത്? പോലീസ് എന്താണ് സംശയിക്കുന്നത്? അർജുൻ, ഷിഹാസ്, എന്തായാലും അടിമുടി ദുരൂഹത തന്നെയാണ് പിലാത്തറയിലെ ഈ കാർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആരാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഒരുപാട് അവ്യക്തത തുടരുകയാണ്. ഇപ്പോൾ ഈ കാറിന്റെ ഉടമ തലശ്ശേരി രജിസ്ട്രേഷനാണ്. KL 58 എന്നുള്ളതാണ് കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. KL 58 രജിസ്ട്രേഷനായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആക്രമിക്കപ്പെട്ട് ഉപേക്ഷിച്ചിട്ടുള്ള ഈ കാറിന്റെ ഉടമ അശോക് യശ്വന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പോലീസ് ഐഡന്റിഫൈ ചെയ്യുകയും അദ്ദേഹം പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇതിന്റെ ലിവറും ജാക്കിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിച്ച്. അർജുൻ, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ഈ കാർ ഉടമയുടെ പ്രതികരണം ഒന്ന് കേൾക്കട്ടെ, അതിനുശേഷം വീണ്ടും അർജുനിലേക്ക് വരാം. സംഭവം എൻ്റെ ഫ്രണ്ട് ആണ് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവനിക്ക് ഞാൻ വണ്ടി കൊടുത്തത് വരാൻ വേണ്ടി. മഹാരാഷ്ട്രയിലുള്ള എൻ്റെ ഫ്രണ്ടാണ്. നല്ല സുഹൃത്ത്. അവൻ്റെ ഫാമിലി കൊണ്ടുപോകാൻ. അവനുണ്ട്, വീട്ടിലുണ്ട്. സ്റ്റേഷനിലെത്തിന്. അപ്പോൾ കാർ ഉടമയാണ് ഇപ്പോൾ സംസാരിച്ച. അർജുനാണ് കാർ ഉടമയോട് നേരിട്ട് തന്നെ സംസാരിച്ച. അർജുൻ, ബാക്കി പറഞ്ഞോളൂ, തുടർന്നോളൂ. ഷിഹാദ്, തീർച്ചയായിട്ടും അല്പസമയം മുൻപാണ് ഈ കാർ ഉടമയായിട്ടുള്ള അശോക് യശ്വന്ത് ഈ പറയുന്ന കാറിന് ആക്രമിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പിലാത്ര കോപ്പറേറ്റീവ് കോളേജിന് സമീപത്തെ ഈ റോഡിന്റെ ഭാഗത്തേക്ക് എത്തുകയും അതിനുശേഷം പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തിനാണ് ഈ കാർ കൈമാറിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുമാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ പോലീസ് അവരുമായി സംസാരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ തരത്തിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. നമുക്ക് ഈ പറയുന്ന ഈ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങളിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ, അതായത് ഈ കാർ ആക്രമിക്കപ്പെട്ട നിലയിലാണുള്ളത്. ഇതിൻ്റെ പല ഭാഗത്തും ബോണറ്റുകൾ തുറന്ന അവസ്ഥയിലായിരുന്നു, ഡോറുകൾ തുറന്ന അവസ്ഥയിലായിരുന്നു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് വസ്ത്രങ്ങൾ, അത് വസ്ത്രങ്ങളെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു വലിയ ബാഗ്, ആ ബാഗ് തുറന്ന് ആ വസ്ത്രങ്ങളൊക്കെ പുറത്ത് ഇട്ട അവസ്ഥയിലാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന നമ്മൾ സംശയിക്കുന്ന, പോലീസ് സംശയിക്കുന്ന തരത്തിൽ ഏതെങ്കിലും സ്വർണം കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒക്കെയുള്ള സംശയങ്ങൾ പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ കാറിനകത്ത് അത്തരം വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് ഒരു സംഘം എത്തി പരിശോധിച്ചതിൻ്റെ ഭാഗമാണ് ഇത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നമുക്കൊരു വലിയ ട്രോളി ബാഗ് അങ്ങേ ഭാഗത്ത് നമുക്ക് കാറിൻ്റെ മുൻവശത്തായി കാണാൻ വേണ്ടി കഴിയും. ആ ട്രോളി ബാഗിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ വലിച്ചു പുറത്തേക്ക് ഇട്ടത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ട്രോളി ബാഗിലേക്ക് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് ഈ ആക്രമിക്കാൻ എത്തിയ സംഘം ഇവിടെ എത്തി പരിശോധിച്ചതായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ ആക്രമിക്കപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ആക്രമിക്കപ്പെട്ട ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ പരാതി നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ രക്തക്കറ ഉൾപ്പെടെ ഈ കാറിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസും ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പരാതി നൽകാനോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ തേടാനോ ഒന്നും തയ്യാറാവാതെ ഇവർ പോയത് എന്നുള്ള ഒരു സംശയം വളരെ കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. ഇവർ പോയത് കാസർഗോഡ് ഭാഗത്തേക്കാണ്. അതായത് ആക്രമിക്കപ്പെട്ടതിന് ശേഷവും ഈ കാറിൽ ഉണ്ടായിരുന്നവർ പോയത് കാസർഗോഡ് ഭാഗത്തേക്കാണ് എന്നുള്ള കാര്യം കൂടി, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ തരത്തിൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഒക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പോലീസ് ഇവർ എത്തിയ റൂട്ട് സംബന്ധിച്ചുള്ള പരിശോധന അല്പസമയം മുൻപ് പൂർത്തിയാക്കിയിരുന്നു. അത്തരത്തിൽ ഒരു വലിയ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടുന്ന ഒരു വിഷയമായി തന്നെ ഇത് മാറുകയാണ്. അല്പസമയം മുമ്പ് ഈ കാറിൻ്റെ ഉടമ പറഞ്ഞത് തൻ്റെ ഒരു അടുത്ത സുഹൃത്തിനാണ് ഈ കാർ കൈമാറ്റം ചെയ്തത്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, അവർ ഇപ്പോൾ സുരക്ഷിതമായിട്ടുണ്ട്, അവരെ താൻ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ്. അവരിപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. അങ്ങനെ അടുത്ത സുഹൃത്തിന് കാർ കൈമാറ്റം ചെയ്യുമ്പോഴും ഈ കാർ ഉടമ സ്വർണ്ണ വ്യാപാരവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം വ്യാപാരങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇവരുടെ ഷോപ്പുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്തരത്തിൽ
വളരെ വിപുലമായ രീതിയിൽ തന്നെയുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ സംഭവം അല്ലെങ്കിൽ വലിയ ദുരൂഹതകൾക്കും സംശയങ്ങളൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളും ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെയാണ് അർജുന. അപ്പോൾ എല്ലാവരും ഭയത്തിലാണ്, സർവ്വം ദുരൂഹമാണ് കാര്യങ്ങൾ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. പോലീസ് അന്വേഷണത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കട്ടെ.